ഇന്ത്യയിൽ പലതരത്തിലുള്ള റിയാലിറ്റി ഷോകളും നടക്കാറുണ്ട്. അതിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ ബിഗ് ബോസ് എന്ന് മാത്രമായിരിക്കും ഉത്തരം. ഇന്ത്യയിൽ നിന്നായിരുന്നു ബിഗ് ബോസിന്റെ ആരംഭം. പിന്നീട് തെന്നിന്ത്യയിൽ മലയാളം ഒഴികെ എല്ലാ ഭാഷകളിലും എത്തിയിരുന്നു. മലയാളികളുടെ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ ബിഗ് ബോസ് മലയാളത്തിലേക്കും വന്നു. സിനിമകളുടെ തിരക്കുകൾക്കിടയിലും മോഹൻലാൽ പരിപാടിയുടെ അവതാരകനായി എത്തുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. മലയാളത്തിലേക്ക് ആദ്യമായിട്ടാണ് ബിഗ് ബോസ് എത്തുന്നതെങ്കിലും മുൻപ് സൂര്യ ടിവിയിൽ നടത്തിയ മലയാളി ഹൗസ് എന്ന പരിപാടിയുമായി ബിഗ് ബോസിന് ചില സാമ്യതകളുണ്ടായിരുന്നു. ബിഗ് ബോസിനെ കുറിച്ച് അറിയാത്ത ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്താണ് ബിഗ് ബോസ് എന്നും അതിനെക്കുറിച്ച് അറിയാനുള്ള കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ കാണാം. ഒരു റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോൾ അതെല്ലാം തരികിട പരിപാടി ആയിരിക്കും എന്ന് പറയുന്നവരോട് ബിഗ് ബോസ് അത്തരം ഒരു പരിപാടിയല്ല എന്നതാണ് പറയേണ്ടത്. ഇന്ത്യയിൽ ഏറ്റവും അധികം റേറ്റിംഗ് ഉള്ള പ്രോഗ്രാമാണ് ബിഗ് ബോസ്. ബ്രിട്ടീഷ് ഷോ ആയ സെലിബ്രിറ്റി ബിഗ് ബ്രദർ എന്ന പ്രോഗ്രാമിലൂടെയായിരുന്നു ബിഗ് ബോസിന്റെ വരവ്. ഇന്ത്യയിൽ ആദ്യമായി ഹിന്ദിയിലായിരുന്നു പരിപാടി തുടങ്ങിയത്. ശില്പ ഷെട്ടി മുതൽ അമിതാഭ് ബച്ചൻ, സൽമാൻ ഖാൻ, സഞ്ജയ് ദത്ത്, ഫറ ഖാൻ എന്നിവരാണ് ഹിന്ദിയിൽ ബിഗ് ബോസ് അവതാരകരായി എത്തിയിരുന്നത്. നിലവിൽ സൽമാൻ ഖാൻ ആണ് ഹിന്ദി ബിഗ് ബോസിന്റെ അവതാരകൻ. ഹിന്ദിയിൽ പരിപാടി ഹിറ്റായതോടെ തമിഴ്, കന്നഡ, തെലുങ്ക്, മറാത്തി, ബംഗാളി എന്നിങ്ങനെ നിരവധി ഭാഷകളിലേക്കും ഈ പരിപാടി എത്തിക്കഴിഞ്ഞു. തമിഴിൽ കമൽഹാസൻ, കന്നഡയിൽ കിച്ച സുദീപ്, തെലുങ്കിൽ ജൂനിയർ NTR, മറാത്തിയിൽ മഹേഷ് മഞ്ചേഷ്കർ, ബംഗാളിയിൽ മിഥുൻ ചക്രവർത്തി എന്നിവരാണ് അവതാരകരായിട്ട് എത്തിയിരുന്നത്. മലയാളത്തിലേക്ക് പരിപാടി എത്തുന്നതിന് പിന്നിലും ഒരു ചരിത്രമുണ്ടായിരുന്നു. ഏഷ്യാനെറ്റ് ചാനലിന്റെ 25ാം വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഒരു റിയാലിറ്റി ഷോ സംഘടിപ്പിക്കുന്നതായി അണിയറ പ്രവർത്തകർ അറിയിച്ചത്. അത് മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് ആണെന്ന് സ്റ്റാർ സൗത്ത് മാനേജിംഗ് ഡയറക്ടർ K മാധവൻ അറിയിക്കുകയായിരുന്നു. ഇതോടെ ഏറെ നാളുകളായിട്ടുള്ള ബിഗ് ബോസ് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം കുറിക്കുകയായിരുന്നു. സിനിമയിൽ നിന്ന് മാത്രമല്ല വിവിധ മേഖലകളിൽ പ്രശസ്തരായ 16 പേരെ ഒരു വീട്ടിൽ 100 ദിവസത്തോളം താമസിപ്പിച്ചാണ് പരിപാടി നടത്തുന്നത്. ഈ വീടിനെ ബിഗ് ബോസ് ഹൗസ് എന്നാണ് വിളിക്കുന്നത്. ഈ ദിവസങ്ങളിൽ മത്സരാർത്ഥികൾക്ക് പുറം ലോകവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കും. അതിനാൽ ഫോൺ, ഇന്റർനെറ്റ്, ടെലിവിഷൻ, പത്രം എന്നിവയൊന്നും ഈ ദിവസങ്ങളിൽ ഇവരിലേക്ക് എത്തുകയുമില്ല. അതേസമയം 100 ദിവസം താമസിക്കുന്നതിന് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടായിരിക്കുന്നതാണ്. അതിനൊപ്പം പാചകം, തുണി അലക്കൽ, വീട് വൃത്തിയാക്കൽ എന്നിവയെല്ലാം അവരവർ തന്നെ സ്വയം ചെയ്യുകയും വേണം. അവതാരകനായ ബിഗ് ബോസിന്റെ നിർദ്ദേശമനുസരിച്ചാണ് മത്സരാർത്ഥികൾ ഓരോ കാര്യങ്ങളും ചെയ്യേണ്ടത്. അതേസമയം ബിഗ് ബോസിന്റെ ശബ്ദം മാത്രമേ ഇവരിലേക്ക് എത്തുകയുമുള്ളൂ. പ്രോഗ്രാം തുടങ്ങി ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോരുത്തരെ പുറത്താക്കും. ഔട്ടാവുന്ന മത്സരാർത്ഥി ആരാണെന്ന് തീരുമാനിക്കുന്നത് മത്സരാർത്ഥികളിൽ നിന്നും തന്നെയുള്ള രഹസ്യ വോട്ടിംഗ് വഴിയാണ്. അങ്ങനെ വരുന്നവരെ പബ്ലിക് വോട്ടിംഗ് വഴി പുറത്താക്കുന്നത് ജനങ്ങളാണ്. പ്രേക്ഷകർ മൊബൈൽ സന്ദേശം വഴി വോട്ട് ചെയ്യുകയും വേണം. കൂടുതൽ വോട്ട് ലഭിച്ച മത്സരാർത്ഥിയെ വീട്ടിൽ നിലനിർത്തുകയും കുറഞ്ഞ വോട്ട് ലഭിച്ച മത്സരാർത്ഥിയെ പുറത്താക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവസാനം വരെ പുറത്താവാതെ നിൽക്കുന്ന 3 പേരിൽ നിന്നും ഒരു മത്സരാർത്ഥിയാണ് വിജയിയാകുന്നത്. വിജയിച്ച വ്യക്തിക്ക് വലിയ തുക സമ്മാനമായി നൽകുകയും ചെയ്യുന്നു. 16 മത്സരാർത്ഥികൾ തമ്മിൽ മത്സരിച്ച് പലതരം ടാസ്കുകൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആഴ്ചതോറും വ്യത്യസ്തങ്ങളായ നിരവധി ജോലികൾ മത്സരാർത്ഥികൾക്ക് നൽകുകയും ഈ ജോലികൾ വൃത്തിയായും നിശ്ചിത സമയപരിധിക്കുള്ളിലും മത്സരാർത്ഥികൾ ചെയ്തു തീർക്കുകയും വേണം. ബിഗ് ബോസിന്റെ നിയമങ്ങൾ ലംഘിക്കുന്നവർക്കുള്ള തക്കതായ ശിക്ഷയും കൊടുക്കുന്നതായിരിക്കും. അതേസമയം പരിപാടിയിൽ കാണിക്കുന്ന ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഓടാനും ഒളിക്കാനും കഴിയാതെ സ്വകാര്യ ഇട നൽകാതെ ടോയ്ലറ്റ് ഒഴികെ ബാക്കി എല്ലായിടത്തുമായി 60 റോബോട്ടിക് ആൻഡ് മാൻ ക്യാമറകളിലൂടെയും എല്ലാവരെയും നിരീക്ഷിച്ചു കൊണ്ടിരിക്കും. രാവിലെ ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം മത്സരത്തിന്റെ വിജയത്തിന് നിർണായകമായി മാറുകയും ചെയ്യും. സ്ഥിരമായി വീട്ടിൽ ക്യാമറ ഉള്ളതിനാൽ പലരും അക്കാര്യം മറന്നു പോകും. ഇതോടെ പലതും വിവാദങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. ഹിന്ദി ബിഗ് ബോസിൽ അത്തരം പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. പല ഘട്ടങ്ങളിലും മത്സരാർത്ഥികൾ തമ്മിൽ വഴക്കുണ്ടാക്കുകയും അത് അടിയും പിടിയുമായി മാറുകയും ചെയ്യാറുണ്ട്. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരാണ് ബിഗ് ബോസിലേക്ക് എത്തുന്നതെങ്കിലും അതിനേക്കാൾ അതിവേഗം ജനപ്രീതി ലഭിക്കാൻ ബിഗ് ബോസിലൂടെ കഴിയും. ഇതുവരെ മലയാളത്തിൽ 6 സീസണുകൾ വരെയാണ് ബിഗ് ബോസ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 കാത്തിരിപ്പിലാണ് ആരാധകരെല്ലാം തന്നെ ഇപ്പോൾ.